കടവന്ത്രയിലെ ബ്രോത്തൽ ഹൗസ് അനാശാസ്യ പ്രവർത്തന കേന്ദ്രം നടത്തിയതിന് 2 പോലീസ് ഉദ്യോഗസ്ഥരെ കടവന്ത്ര SHO അറസ്റ്റ് ചെയ്തു. SHO രതീഷിൻ്റെ പ്രവൃത്തി വളരെ ശ്ലാഘനീയമാണ്, അത് അഭിനന്ദനാർഹമാണ്. കാരണം കഴിഞ്ഞ ഒക്ടോബറിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷന് അടുത്ത് സമീപത്തെ ട്രെയിൻലാൻഡ് റെസിഡൻസി എന്ന ഒരു സ്ഥാപനത്തിലെ അവിടുത്തെ 103-ാം നമ്പർ മുറി വാടകയ്ക്കെടുത്ത് ആ സ്ഥാപനത്തിൽ അനാശാസ്യ പ്രവർത്തനം നടത്തുകയായിരുന്നു രശ്മി എന്ന സ്ത്രീ. അവരെ നേരത്തെ ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അവർ ഈ സ്ഥാപനത്തിലെ ഒരു മുറി വാടകയ്ക്കെടുത്തിട്ട് അവിടെ നിന്ന് ആൾക്കാരെ സംഘടിപ്പിച്ച് വശീകരിച്ച് അവരിലെ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കും. അവരെ അവൈലബിളായ പെൺകുട്ടികളുടെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കും. അതിഷ്ടപ്പെടുന്നെങ്കിൽ അവർക്ക് വരാം. അവർ പറയുന്ന പണം കൊടുക്കും. അങ്ങനെയാണ് അത് നടന്നുകൊണ്ടിരുന്നത്. ലക്ഷക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഇത്. നേരത്തെ അവിടെ റെയ്ഡ് നടത്തി ഇവരെ പിടിച്ചെങ്കിലും അവരുടെ മൊബൈൽ ഫോണും സാമ്പത്തിക ഇടപാടുകളെല്ലാം പോലീസ് പരിശോധിച്ചു. ആ ലോഡ്ജിൻ്റെ ഉടമസ്ഥൻ ഇവർക്ക് വാടകയ്ക്ക് കൊടുത്ത അയാൾക്കും ഇതിനകത്ത് പങ്കുണ്ട്. അത് പോലീസ് മനസ്സിലാക്കി. അതിനുശേഷം പിടിച്ചെടുത്ത മൊബൈൽ ഫോണും അവരുടെ മണി ട്രാൻസാക്ഷൻ മുഴുവൻ പരിശോധിച്ച് വന്നപ്പം പണങ്ങൾ പോകുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരിലേക്കാണ്. അത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. കാരണം ബ്രോത്തൽ ഹൗസ് നടത്തി ട്രാഫിക് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ASI രമേശ്, അയാൾക്ക് പണം പോകുന്നു. ഇങ്ങനെ ലഭിക്കുന്ന പണത്തിൻ്റെ ഒരു പങ്ക് അയാൾക്ക് പോകുന്നുണ്ട്. അതുപോലെ പാലാവേട്ടം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ബ്രിജേഷിന് അയാൾക്കും പണം പോയിട്ടുണ്ട്. ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ പണമാണ് വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ASI രമേശിനെ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചതാണ് പോലീസ്. ഇയാൾക്കിനകത്ത് പങ്കുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം, അത് പാടില്ല എന്ന് വിലക്കിയതാണ്. പക്ഷേ ഞങ്ങളല്ലല്ലോ നടത്തുന്നത്, അനാശാസ്യം നടത്തുന്നത് രശ്മി എന്ന സ്ത്രീയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് പങ്കില്ല, ഇഗ്നോർ ചെയ്തു. പക്ഷേ അവരുടെ കൂടെ ഒരു പുരുഷനെയും ലോഡ്ജ് ഉടമയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പോലീസ് 1-2 മാസം കൊണ്ട് ആളെ വിളിച്ച് വരുത്തുന്ന മാർഗം എങ്ങനെ അത് പരിശോധിച്ചു. അവർ എങ്ങനെയാണ് പണം റെമിറ്റ് ചെയ്യുന്നത്, അഡ്വാൻസ് റെമിറ്റ് ചെയ്തിട്ടുണ്ട്, ആ പണം ഇവർക്ക് കിട്ടിയ പണം എങ്ങോട്ട് പോകുന്നു എന്ന് പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ശതമാനം വീതം ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോകുന്നു. അവർ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും നല്ലൊരു അന്വേഷണമാണ്. വെൽഡൻ അതെന്നേ പറയാനൊക്കുള്ളൂ ഇതിനകത്ത്. കാരണം ഇങ്ങനെ പോലീസിൻ്റെ അധികാരം ഉപയോഗിച്ച് അത് ദുരുപയോഗം ചെയ്ത് പണം ഉണ്ടാക്കുന്ന പലരും ഉണ്ടാവും. അതിന് ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇത്. ഇവർക്ക് നിയമപരമായ ഈ കാര്യത്തിൽ വലിയ ബോധ്യം അല്ല, വലിയ ബോധം ഇല്ല എന്ന് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ നേരിട്ട് നടത്തുന്നില്ലല്ലോ എന്ന യുക്തിയിലാണ് അവർ നിൽക്കുന്നത്. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956 ഇന്ത്യയിൽ നിലവിലുണ്ട്. അതനുസരിച്ച് ഒരു ബ്രോത്തൽ ഹൗസ് ഉടമസ്ഥൻ അറിഞ്ഞോ അറിയാതെയോ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ആൾ ആരാണെന്നും അയാളുടെ ജോലി എന്താണെന്നും അയാളുടെ വരുമാനം എന്താണെന്നും താൻ കൊടുത്ത മുറിയിൽ അല്ലെങ്കിൽ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ബാധ്യത ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനുണ്ട്. സെക്ഷൻ 3 പ്രകാരം ബ്രോത്തൽ ഹൗസ് നടത്താൻ കൊടുക്കുകയോ സ്വന്തമായി നടത്തുകയോ ചെയ്യുന്നത് 3 വർഷത്തെ ശിക്ഷ ആണ്. ഇവിടെ 2 ആയിട്ട് പിടിച്ചിട്ടുണ്ട്. കാരണം അതിൽ നൂരാൻ ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനോ അത് നടത്തിയ രശ്മിക്ക് കഴിയില്ല. അതേസമയത്ത് പണം പോയിരിക്കുന്നത് എങ്ങോട്ടാണ്? ആ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ്. ആളുകളെ വശീകരിക്കുന്നത് രശ്മി സോഷ്യൽ മീഡിയ കൂടെയാണ്. മൊബൈലിൽ വിളിക്കും, അല്ലെങ്കിൽ സ്പാ പോലെയുള്ള ചില പ്രശ്നങ്ങൾ ഒരു ഓഫീസ് കാണിച്ചിട്ട് ആൾക്കാർ വിളിക്കുമ്പം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് സ്ത്രീകളെ സംഘടിപ്പിച്ചു കൊടുക്കും. വേറെ എങ്ങും റിസ്ക് ഇല്ല. താനെടുത്തിരിക്കുന്ന 103-ാം നമ്പർ മുറി തന്നെ അവൈലബിളാണ്. അവർക്ക് അവൈലബിളായ സ്ത്രീകളുടെ ഫോട്ടോ അയച്ചു കൊടുക്കും. അതിൽ ആരെ ഇഷ്ടപ്പെട്ടോ അത് പറഞ്ഞാൽ ആ പറയുന്ന ടൈമിൽ മുറിയിൽ റെഡിയായിരിക്കും. അതിനുള്ള പണം കൊടുക്കണം. വളരെ ഹെവി ആയിട്ടുള്ള പണം മുഴുവൻ വാങ്ങിയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തുന്നത്. കാരണം ഇത് താല്പര്യമുള്ളവർക്കറിയാം, തങ്ങൾ സ്വന്തമായിട്ടൊരു ലോഡ്ജ് മുറി എടുക്കുന്നില്ല, പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ആ ലേഡിയെ കൊണ്ടുപോകുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ തൻ്റെ കാറിൽ കൊണ്ടുപോകുന്നില്ല, റിസ്ക് ഇല്ല.
അത് നടത്തുന്ന ആൾക്കാരുടെ അവിടെ തന്നെ മുറി ലഭിക്കും, അതിനുള്ള പണം കൊടുക്കണം. അത് ഓൺലൈനിലായിരിക്കാം പോയിരിക്കുന്നത്. എന്തിനാണ് പണം കൊടുത്തതെന്നൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ലെന്നാണ് ധാരണ. പക്ഷേ ഇങ്ങനെ പല ആൾക്കാരുടെ നിന്നും വന്ന് ലക്ഷക്കണക്കിന് രൂപ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു വീതം കൊണ്ടുണ്ട് പോലീസ് പോകുന്നത്. തീർച്ചയായിട്ടും അതിന് കൂട്ടുനിൽക്കുന്നത് ബ്രോത്തവേഴ്സ് വരുമാനത്തിൻ്റെ ഒരു ഭാഗം സെക്ഷൻ 4 അനുസരിച്ച്, ഇമ്മോറൽ ട്രാഫിക് ആയിട്ട് 1956 സെക്ഷൻ 4 അനുസരിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വന്നിരിക്കുന്നു. അത് തീർച്ചയായിട്ടും 2 വർഷത്തെ തടവാണ് അതിനകത്ത് പറഞ്ഞത്. ഇതിൽ നിന്ന് ചെറിയ ശിക്ഷയാണ്, രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കരുത്. കാരണം ഇത് മുഴുവൻ ഡിജിറ്റൽ എവിഡൻസാണ്. അതുപോലെ അവിടെ ഒരു സെർച്ച് നടത്തുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥന് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അല്ലാതെ ഒരു DYSPക്ക് പോയി സെർച്ച് ചെയ്യാൻ ആരും അനുവാദം വേണ്ട. സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടെങ്കിൽ അത് DYSPയുടെ അനുവാദത്തോടും കൺസൾട്ടോടും പോയി ചെയ്യാം. ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടർ SHO രതീഷാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം മേലുദ്യോഗസ്ഥൻ്റെ അനുവാദം വാങ്ങിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അതിനുള്ള ധൈര്യം SHO കാണിച്ചിരിക്കുന്നു. അപ്പം മേലുദ്യോഗസ്ഥന്മാരെല്ലാം ഇത് കണ്ട് മനസ്സിലാക്കി അത് ക്ലിയർ ഒഫൻസാണ്. നേരത്തെ ഈ ASIയെ ഒന്ന് വാൺ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തിൽ. എന്തായാലും ഇപ്പം സെക്ഷൻ 3 അനുസരിച്ച് ബ്രോത്തൽ ഹൗസ് നടത്തുന്ന ആളും അത് നടത്തിയ സ്ത്രീയും 3 വർഷത്തെ തടവിന് അർഹരാണ്. സെക്ഷൻ 8 അനുസരിച്ച് ആളെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ, മൊബൈൽ ഫോണിലോ ഏതെങ്കിലും വാട്സാപ്പിലൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് ആൾ വന്നെങ്കിൽ അത് 1 വർഷത്തെ തടവ് ലഭിക്കും. അതുപോലെ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ ആ ആക്ടിനകത്ത് മൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 16 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കാണ്. ചൈൽഡ് എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 16 വയസ്സിന് താഴെയുള്ളവർ. ചൈൽഡാണെങ്കിൽ പോക്സോയിലോട്ട് പോകും, അതും കേസുണ്ടാവും. 18 വയസ്സിന് താഴെയുള്ള എല്ലാം പോക്സോ കേസിനകത്ത് വരുമെന്ന് നമുക്കറിയാം. എന്തായാലും ഡെഫിനിഷനകത്ത് പറയുന്ന ചൈൽഡ് 16 വയസ്സിന് താഴെ, അതേ സമയത്ത് മൈനർ 16 വയസ്സും 18 വയസ്സിനകം മൈനറായിട്ട് കണക്കാക്കും. എന്തായാലും എറണാകുളം മാത്രമല്ല, കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും ഈ ഫ്ലാറ്റുകളിൽ ഈ രീതിയിലുള്ള ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. പലരും അതിൻ്റെ വരുമാനത്തിൽ ജീവിക്കുന്നുണ്ട്. വളരെയധികം പണം സമ്പാദിച്ച് കൂട്ടി അവർ കാറും വസ്തുക്കളും വാങ്ങിക്കുന്നുണ്ട്, വീടും വാങ്ങിക്കുന്ന ചരിത്രമുണ്ട്. ഏതായാലും ഈ കടവന്തറ SHOയുടെ ആ രീതി കേരളത്തിലുള്ള മുഴുവൻ SHOമാരും പിന്തുടരണം. അവരവരുടെ ഏരിയയിലുള്ള ഫ്ലാറ്റുകളിൽ വീട് ഇതുപോലെ സ്ട്രേഞ്ചേഴ്സ് ഒന്ന് വാടകയ്ക്കെടുത്ത് കൊടുക്കുക. ഏതായാലും ഇടയ്ക്കിടയ്ക്ക് പോലീസ് കേസ് പിടിക്കുന്നുണ്ടെങ്കിലും ലിവിങ് ടുഗദർ ഇതിന് അനുവദനീയമാണ് എന്നുള്ള ധാരണയിൽ പലരും ഇത് പോയാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് പ്രോസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അവരതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും.